ഐഡിയ സ്കീം 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരുന്നു പ്രൊഫൈൽ വെരിഫിക്കേഷൻ. അതായത് അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാവരും ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക. അപ്പോൾ അവിടെ മെമ്മോ എന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ മെമ്മോ ക്ലിയർ ചെയ്തവരാണെങ്കിലും വീണ്ടും ലോഗിൻ ചെയ്തിട്ട് അവിടെ നോക്കണം മെമ്മോ അവിടെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് റിസർവേഷന് വേണ്ടിയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് ആ റിസർവേഷൻ അവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ അതിനായിട്ട് എൻട്രൻസ് കമ്മീഷണർ വീണ്ടും ടൈം നീട്ടി 20/5/2025 വരെ 3 മണി വരെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, നിങ്ങൾ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതോറിറ്റിന്നാണോ, ഫോമാറ്റ് കറക്റ്റ് ആണോ. ഇപ്പോൾ നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റ് അക്ഷയ വഴി അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ആ ഫോമാറ്റ് ഓക്കെയാണ്. അതിന് കീമിൻ്റെ പ്രത്യേകിച്ച് ഡൗൺലോഡ് ചെയ്തൊന്നും എടുക്കണം എന്നില്ല. നിങ്ങൾ നേരിട്ട് വാങ്ങുന്ന ഫോമാറ്റുകളെല്ലാം തന്നെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ വന്നേക്കുന്ന ആ പെർഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് വാങ്ങേണ്ടത്. ഇനി നിങ്ങൾ അങ്ങനെ വാങ്ങിയവരാണെങ്കിലും ഇനി അതിൽ സീല്, സൈന് ഏത് അതോറിറ്റിയാണ്, ഇപ്പോൾ വില്ലേജ് ഓഫീസാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീലും സൈനും, തഹസീൽദാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീലും സൈനും ഒക്കെ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ PDF കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് ക്ലിയർ ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വീണ്ടും മെമ്മോ അവിടെ കാണിക്കും. സോ PDF കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ വാലിഡിറ്റി ഉണ്ടോ. വാലിഡിറ്റിയുടെ പ്രശ്നം സാധാരണഗതിയിൽ വരില്ല. അതായത് നമ്മൾ ലാസ്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഓക്കെ ആവുന്നതാണ്. പിന്നെ EWSൻ്റെ കാര്യത്തിലൊക്കെയാണ് കൺഫ്യൂഷനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി നേരത്തെ മെമ്മോ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തവരാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരാണെങ്കിലും വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നോക്കുക കേട്ടോ, നിങ്ങളുടെ റിസർവേഷൻ അവിടെ വന്നിട്ടുണ്ടോ അതോ മെമ്മോ തന്നെയാണോ വീണ്ടും അവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും സമയം നീട്ടി 20/5/2025 വൈകിട്ട് 3 മണി വരെ സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ വീണ്ടും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നേറ്റിവിറ്റി പ്രൂഫ് കേട്ടോ, റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ SC STയുടെ റിസർവേഷനൊക്കെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പറയണ കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കാരണം SC STയിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉള്ളവരായിരുന്നു, നിങ്ങൾക്ക് വളരെ ഒട്ടും ഫീസ് ഇല്ലാതെ തന്നെ, ട്യൂഷൻ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് സ്ട്രീം ഏതാണെങ്കിലും പഠിക്കാനൊക്കെ പറ്റുന്ന കുട്ടികളായിരുന്നു. സോ നിങ്ങൾ വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ SC STന്ന് കൊടുത്താൽ പോരാ, അതിനോടനുബന്ധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് എൻട്രൻസ് കമ്മീഷണർ നമുക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തവർക്കൊരു ടൈം ആയിട്ട് എൻട്രൻസ് കമ്മീഷണർ തന്നിട്ടില്ല. ഓൾറെഡി അപ്ലൈ ചെയ്തപ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ഉണ്ടായവർക്കാണ് തന്നേക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രൊഫൈലിൽ നോക്കുക നിങ്ങൾക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങൾ മെയിൽ അയക്കുക. ഒന്നും ഇങ്ങനെയുള്ള റിസർവേഷൻസ് ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു, റിസർവേഷൻ ആഡ് ചെയ്യാത്തവർക്ക് ആഡ് ചെയ്യാം, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ റിക്വസ്റ്റുകൾ അയക്കുക. അപ്പോൾ അതങ്ങനെ കൂടുതൽ ചെല്ലുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും, അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് എനേബിളാക്കി തരില്ല എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ഇതിനോടുകൂടി SC STയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ SC ST ആണ് എന്ന് കൊടുത്തു, അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫീസ് വന്നേക്കുന്നത്. കാരണം OBC അല്ലെങ്കിൽ റിസർവേഷനൊന്നും ഇല്ലാത്തവർ EWSനൊക്കെ ഒരു ഫീസും SC STക്ക് കുറച്ചും കൂടി കുറഞ്ഞ ഫീസാണ് ആപ്ലിക്കേഷൻ ഫീസ് വന്നത്. അപ്പോൾ നിങ്ങൾ SC ST ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് കുറച്ച് വന്നത്. സോ നിങ്ങളിപ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തേക്കണം കറക്റ്റ് അല്ല, അല്ലെങ്കിൽ SC STയുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തപ്പോൾ അത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ SC STയുടെ സർട്ടിഫിക്കറ്റേ അപ്ലോഡ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഫീസ് കാണിച്ചിട്ടുണ്ടാവും. ആ ഫീസ് നിങ്ങൾ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടുകയും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ. അപ്പോൾ നേറ്റിവിറ്റി പ്രൂഫ്, ഫീസ് അടക്കാനുള്ളത് ബാക്കി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർവേഷൻ ഏതെങ്കിലും നിസ്സാരമല്ല റിസർവേഷൻ എന്ന് പറയുന്നത്, പക്ഷേ റിസർവേഷൻ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് വരുന്നതിനോ അഡ്മിഷൻ എടുക്കുന്നതിനോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകൾ കിട്ടാൻ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് എന്നുള്ളതാണ്. പക്ഷേ നേറ്റിവിറ്റി പ്രൂഫ്, ഫീസ് അടക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും. സോ അത് കെയർഫുള്ളായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കുകയോ അല്ലെങ്കിൽ നേറ്റിവിറ്റി പ്രൂഫിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.